ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ജെൻഡർ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഓബിയസ്ലി സ്കാനിൽ നമുക്കത് പറ്റും, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഗർഭിണിയെ പരിശോധിച്ച് തന്നെ അല്ലെങ്കിൽ വയറ് കണ്ടിട്ട് തന്നെ നമുക്ക് ജെൻഡർ തിരിച്ചറിയാൻ പറ്റും. ഇത് ചിലവർക്കുള്ള ഡൗട്ടാണ്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് വയറ് കുറച്ചുകൂടെ റൗണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹോളോ ആണെങ്കിൽ പെൺകുട്ടിയായിരിക്കും. പിന്നെ ഗർഭിണി ആയിരിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ വരുന്ന ഒരു മാർക്കുണ്ട്, നമ്മുടെ സ്റ്റേണത്തിൽ നിന്ന് താഴെ പ്യൂബിക് ബോണിന്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അത് പൊക്കിളിന്റെ പുറത്തൂടെ വരുവാണെങ്കിൽ ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ ചുറ്റി വരുന്നുണ്ടെങ്കിൽ അത് ഗേൾ ആയിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കോയിൻസിഡന്റ്ലി ചിലപ്പോൾ 1-2 പ്രാവശ്യം അത് കറക്റ്റായിട്ട് തോന്നിയിരിക്കാം. പക്ഷെ നമ്മളൊരു സ്റ്റഡി ആയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 50 പേഷ്യൻസ് അല്ലെങ്കിൽ 100 പേഷ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് തികച്ചും കോയിൻസിഡൻസ് ആണ്, അതൊരു സയന്റിഫിക് മെത്തേഡ് അല്ല, അങ്ങനെ ഒരു കാര്യം സത്യമല്ലെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ ജെൻഡർ തിരിച്ചറിയാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന്റെ പിറകെ പോകേണ്ട കാര്യമില്ല. ആൻഡ് ഇന്ത്യയിൽ അൾട്രാസൗണ്ട് വഴി നമ്മൾ ജെൻഡർ നോക്കുന്നത് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറും ആ ഇൻഫർമേഷൻ പുറത്ത് പറയത്തില്ല. സോ ജെൻഡർ എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഹെൽത്തി ബേബിയും ഹെൽത്തി അമ്മയും കിട്ടിയാൽ മതി എന്ന് മാത്രം ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക.